നമസ്കാരം, ഞാൻ ഡോക്ടർ ഐശ്വര്യ, ഫിസിയോതെറാപ്പിസ്റ്റാണ്. ഞാനിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഉപ്പുറ്റി വേദന അഥവാ പ്ലാന്റാർ ഫേഷ്യാറ്റിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനെ പറ്റിയും അതിൻ്റെ കുറച്ച് ഹോം റെമഡീസിനെ പറ്റിയാണ്. നമ്മുടെ കാൽപാദത്തിൽ പ്ലാന്റാർ ഫേഷ്യ എന്ന് പറഞ്ഞൊരു ബാൻഡ് ഉണ്ട്. ഈ ബാൻഡിന് നീർക്കെട്ട് വരുമ്പോഴാണ് കൂടുതലായും പ്ലാന്റാർ ഫേഷ്യാറ്റിസ് കണ്ടുവരുന്നത്. ഇത് എങ്ങനെയുള്ള ആളുകളിലാണ് വരുന്നത് എന്ന് വെച്ചാൽ, ബാഡ് പോസ്ചർ, അതായത് കൂടുതൽ നേരം നിൽക്കുന്നവര്, ഭാരമുള്ളവര്, പിന്നെ ഫ്ലാറ്റ് ഫുട്ട് ഉള്ളവര്, മീഡിയൽ ആർച്ചസ് കൂടുതലുള്ളവര്, പിന്നെ ഒരു 40 ശേഷം ഏജ് വരുന്നവര്, പിന്നെ വാദമുള്ളവര്, ഇവരിലൊക്കെയാണ് ഇത് കൂടുതൽ കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ പ്രധാനമായ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞ് ബെഡിൽ നിന്ന് നമുക്ക് എണീക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മുടെ കുതി വേദനിക്കുക. അതായത് ഒരു 2 സ്റ്റെപ്പ് കഴിഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ആ വേദന ഒന്ന് കുറയുക. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എണീക്കാൻ പറ്റാതെ വരിക. എണീക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മുടെ കുതി വേദനിക്കുക. പിന്നെ ഒരു 2 സ്റ്റെപ്പ് നടന്നു കഴിഞ്ഞാൽ ആ വേദന ഒന്ന് കുറഞ്ഞു വരിക. പിന്നെ നമ്മുടെ മുട്ടിന് പുറകുവശത്തായിട്ട്, അതായത് അടിയിൽ, മുട്ടിൻ്റെ തൊട്ടടിയിലായിട്ട് ഒരു കാഫ് മസിൽസ്, ഒരു പുറകുവശത്തായിട്ടാണ് അത് കാണപ്പെടുന്നത്. അവിടെ അമിതമായ വേദന. ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ഇനി ഈ കണ്ടീഷൻ മാറാനുള്ള കുറച്ച് ഹോം റെമഡീസ് എന്തൊക്കെയാന്ന് വെച്ചാൽ, ആദ്യം വരുന്നതാണ് കോൺട്രാസ്റ്റ് ബാത്ത്, രണ്ടാമതാണ് മസാജിങ് ടെക്നിക്, മൂന്നാമത് എക്സസൈസും സ്ട്രെച്ചിങ്ങും. കോൺട്രാസ്റ്റ് ബാത്ത്. വേദനയുള്ള കാല് ഒരു 3 മിനിറ്റ് നേരം നമ്മൾ ഇളം ചൂടുവെള്ളത്തിൽ മുക്കി വയ്ക്കുക. അതിനുശേഷം ഉടനടി തന്നെ നമ്മളൊരു 1 മിനിറ്റ് നേരം തണുത്ത വെള്ളത്തിൽ മുക്കി വയ്ക്കുക. ഇങ്ങനെ ഒരു 3:1 റേഷ്യോയിൽ നമ്മളൊരു 4 to 5 തവണ ഇങ്ങനെ കൂടെ ചെയ്യുക. ഇത് ദിവസം നമുക്ക് 2 നേരം ചെയ്യാവുന്നതാണ്. മസാജിങ്ങിനായിട്ട് നമ്മളൊരു കട്ടിയുള്ള ബോളാണ് യൂസ് ചെയ്യുക. ഒരു കട്ടിയുള്ള ബോൾ എടുത്ത് അത് നമ്മൾ നിലത്ത് വെക്കുക. എന്നിട്ട് നമ്മുടെ കാൽപാദം ആ ബോളിന് മുകളിൽ വെച്ചിട്ട് കാൽപാദം മൊത്തത്തിൽ ഇങ്ങനെ റോള് ചെയ്യുക. ഇത് നമുക്ക് ഒരു 5 to 10 മിനിറ്റ് വരെ ചെയ്യാവുന്നതാണ്. 2 നേരം ചെയ്യാം. ഇത് കോൺട്രാസ്റ്റ് ബാത്ത് കഴിഞ്ഞിട്ടാണ് ചെയ്യേണ്ടത്. കാഫ് സ്ട്രെച്ച് ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ടവൽ എടുക്കുക. എന്നിട്ട് നമ്മുടെ വേദനയുള്ള കാല് ഇങ്ങനെ മറയത്തക്ക രീതിയിൽ ചുറ്റിപ്പിടിക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ വലിക്കുക. ഇങ്ങനെ വലിക്കുമ്പോൾ നമ്മുടെ കാഫ് മസിൽസിന് നല്ല രീതിക്ക് സ്ട്രെച്ച് അനുഭവപ്പെടും. ഇതൊരു 30 സെക്കൻഡ് ഹോൾഡ് ചെയ്യും വേണം, ഒരു 10 പ്രാവശ്യം ചെയ്യും വേണം. ഇത് ദിവസം നിങ്ങൾക്കൊരു 2 നേരം ചെയ്യാവുന്നതാണ്. ടവൽ എക്സസൈസ്. അതിനായി വേദനയുള്ള കാൽപാദം ഒരു ടവലിൻ്റെ മുകളിലേക്ക് എടുത്തു വയ്ക്കുക. അതിനുശേഷം വിരലുകൾ ഇങ്ങനെ അടുത്തേക്ക് വലിച്ചുകൊണ്ടിരിക്കുക. ഇത് നമുക്കൊരു 1 മിനിറ്റോളം ഇങ്ങനെ വലിക്കാവുന്നതാണ്. മാത്രമല്ല ഇത് ദിവസം 2 നേരം ചെയ്യാവുന്നതാണ്. ഹോം റെമഡീസ് എങ്ങനെയാണ് എഫക്റ്റ് ആവുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ ഈ കോൺട്രാസ്റ്റ് ബാത്ത് ചെയ്യുമ്പോൾ ഈ പ്ലാന്റാർ ഫേഷ്യാറ്റിസ് മൂലമുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സാധിക്കുന്നു. പിന്നെ അത് മാത്രമല്ല, ഈ ഇൻഫ്ലമേഷൻ കാരണം നമ്മുടെ കാഫ് മസിൽസിലും ഫൂട്ടിലെ ഇൻട്രിൻസിക് മസിൽസും സ്പാസം ഉണ്ടാകും. അപ്പോൾ ഈ സ്പാസം റെഡ്യൂസ് ചെയ്യാനാണ് നമ്മൾ ബോൾ എക്സസൈസും കാഫ് സ്ട്രെച്ചും ചെയ്യുന്നത്. പിന്നെ നമ്മൾ ടവിൽ കൊണ്ട് യൂസ് ചെയ്യുന്ന ഒരു എക്സസൈസ് ഉണ്ട്. ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ കാലിലെ ആർച്ച് മെയിൻറ്റെയിൻ ചെയ്യാനും പിന്നെ കാൽപാദത്തിൻ്റെ ഇൻട്രിൻസിക് മസിൽസിന് സ്ട്രെങ്ത് വരുത്താനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഈ അസുഖമുള്ളവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ആദ്യം തന്നെ റെസ്റ്റ് എടുക്കാൻ നോക്കുക. അതായത് കുറേ നേരം നിൽക്കേണ്ട അവസരങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ ശ്രമിക്കുക. പിന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പുകൾ, MCR ചെരുപ്പുകൾ, അതുപോലത്തെ ചെരുപ്പുകൾ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ചെരുപ്പുകളുടെ ഇടയിൽ സിലിക്കോൺ കുഷൻ പാഡുകൾ എന്തെങ്കിലും വെക്കുക. പിന്നെ അമിതമായിട്ട് വണ്ണമുള്ളവർ അതൊന്ന് കുറയ്ക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടും നിങ്ങളുടെ വേദനയ്ക്ക് ഒരു മാറ്റവും കണ്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു എക്സ്പെർട്ടിനെ സമീപിക്കേണ്ടതാണ്. താങ്ക് യു.